അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 2ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നാളെ നമ്മുടെ അവസാനത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസുൽ ഇഹ്സാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. 50 മാർക്കിനാണ് പരീക്ഷ. ഒന്നാമത്തത് യോജിപ്പിക്കാം. ഈ ബോക്സിൽ ഉത്തരങ്ങളുണ്ട്. വിദ്യാർത്ഥികൾ ശ്രദ്ധയോടെ വായിച്ചാൽ ഉത്തരങ്ങൾ മനസ്സിലാകും. എന്തൊക്കെയാണ് ബോക്സിലുള്ളത്? ഉറക്കം, സലാം വ്യാപിപ്പിക്കൽ, അസ്സലാമു അലൈക്കും, വഅലൈക്കും അസ്സലാം, അബ്ദുള്ള, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത്രയും കാര്യങ്ങളാണ് ബോക്സിലുള്ളത്. ഇനി ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നാം സദക്ക നൽകുമ്പോൾ പറയണം എന്ത്? സദക്ക നൽകുമ്പോൾ പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം. പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന കാര്യം എന്താണ്? പരസ്പരം സ്നേഹമുണ്ടാക്കുന്ന കാര്യം സലാം വ്യാപിപ്പിക്കലാണ്. എല്ലാവരോടും നമ്മൾ സലാം പറയുമ്പോൾ സ്നേഹം വർദ്ധിക്കും. സലാം പറയേണ്ടുന്ന രൂപം എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം അടക്കേണ്ടുന്ന രൂപം എങ്ങനെയാണ്? വഅലൈക്കും അസ്സലാം. ഇനി നബിയുടെ ഉപ്പയുടെ പേര് ആരാ? അബ്ദുള്ള. ഇതെല്ലാം ഇതിൽ നേരത്തെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നബിയുടെ ഉപ്പയുടെ പേര് അബ്ദുള്ള. ഇനി അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഉറക്കം. അപ്പൊ വിദ്യാർത്ഥികൾ ഈ ബോക്സിലുള്ളത് നല്ല രൂപത്തിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിനു ശേഷമേ ആൻസർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇതാണ്. ഇനി അടുത്തത് 2 വീതം എഴുതാം. ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ നമ്മൾ പാഠഭാഗത്ത് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒന്നാമത്തെ പാഠം തന്നെ ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നുള്ളതായിരുന്നു. അപ്പൊ ബിസ്മി ചൊല്ലേണ്ട സന്ദർഭങ്ങൾ ഇതാ, ഞാൻ ജസ്റ്റ് ഇവിടെ കിതാബ് കാണിക്കാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ കുട്ടികൾക്ക് ഈ പിക്ചർ ഇങ്ങനെ ഓർമ്മ ഉണ്ടായാൽ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മി ചൊല്ലണം. അതുപോലെ കണ്ടോ, വായിക്കുന്ന സമയത്ത് പാഠപുസ്തകം വായിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലണം. അതുപോലെ സ്വിച്ച് ഇടുമ്പോൾ ബിസ്മി ചൊല്ലണം. അതുപോലെ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. എല്ലാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലണ്ടേ? അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള, എഴുതാൻ എളുപ്പമുള്ള 2 കാര്യങ്ങൾ ഇവിടെ എഴുതാം. ഇനി അടുത്തത് നേരത്തെ ഉറങ്ങിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? നേരത്തെ ഉറങ്ങാം എന്നുള്ളൊരു പാഠം നമുക്കുണ്ട്, 4ാമത്തെ പാഠം അല്ലെ? അതിൽ 2 ബോക്സുകൾ തന്നിട്ടുണ്ട്. നേരത്തെ ഉറങ്ങിയാൽ, വൈകി ഉറങ്ങിയാൽ. അപ്പൊ നേരത്തെ ഉറങ്ങിയാൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാ? ആരോഗ്യം കൂടും, പഠനത്തിൽ ശ്രദ്ധ ലഭിക്കും, സന്തോഷം ഉണ്ടാകും, ഓർമ്മശക്തി കൂടും, പെരുമാറ്റം നന്നാവും. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ ഇഷ്ടമുള്ള 2 എഴുതേണ്ടത്. ആരോഗ്യം കൂടും, പെരുമാറ്റം നന്നാവും. പെരുമാറ്റം എന്ന് പറഞ്ഞാൽ സ്വഭാവം നന്നാവും. അപ്പൊ 2 കാര്യങ്ങൾ ഇവിടെ എഴുതാം. ഇനി അടുത്തത് പൂർത്തിയാക്കാം. ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ ഒരു പാട്ട് പഠിച്ചിരുന്നില്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള, ബിസ്മി കൊണ്ട് തുടങ്ങാം എന്നുള്ള പാഠത്തിൽ ഒരു പാട്ട് പഠിച്ചല്ലോ. ഇതാ, ബിസ്മി പറഞ്ഞു തുടങ്ങുക നാം, ബറക്കത്തേറെ നേടുക നാം. ബറക്കത്തേറെ നേടുക നാം. അപ്പൊ ബറക്കത്തേറെ നേടുക നാം, അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത് ബിസ്മി കൊണ്ട് തുടങ്ങിയാൽ പിശാജ് അകന്നു പോകും. അപ്പൊ വിദ്യാർത്ഥികൾ എഴുതാനും പഠിക്കണം. പിശാജ് അകന്നു പോകും. ഇനി അടുത്തത് നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. 2ാമത്തെ പാഠത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മുഅ്മിനാവാതെ സ്വർഗത്തിൽ കടക്കുകയില്ല. ഇനി അടുത്തത് മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. നമ്മുടെ ഉമ്മാക്കുപ്പാക്കും വേണ്ടിയിട്ട് നാം ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് വേണ്ടി നാം ദുആ ചെയ്യണം. ഇനി അടുത്തത് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ആരാ? ഉപ്പയാണ് അല്ലെ? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നത് ഉപ്പയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. നല്ല കാര്യങ്ങൾ തുടങ്ങുമ്പോൾ പറയണം എന്ത് പറഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി പറഞ്ഞിട്ടാണ് നല്ല കാര്യങ്ങൾ തുടങ്ങേണ്ടത്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. എപ്പോഴാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുക? മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും. മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെയും ഇഷ്ടപ്പെടും. ഇനിയോ, പഠനത്തിൽ ശ്രദ്ധ കുറയും. എപ്പോഴാണ് പഠനത്തിൽ ശ്രദ്ധ കുറയുക? വൈകി ഉറങ്ങിയാൽ പഠനത്തിൽ ശ്രദ്ധ കുറയും. ഇനി അർത്ഥം എഴുതാം. റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. അത് വിദ്യാർത്ഥികൾ പഠിക്കണം. റിളർ റബ്ബി ഫീ റിളൽ വാലിദൈൻ. റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. അപ്പോൾ നമ്മുടെ ഉമ്മയും ഉപ്പയും ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ആരെയും ഇഷ്ടപ്പെടും?
അള്ളാഹുവും ഇഷ്ടപ്പെടും. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിലും അല്ലെ, നമ്മുടെ ഉമ്മയും ഉപ്പയൊക്കെ ഇഷ്ടപ്പെടുന്നവരിലൊക്കെ അള്ളാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. അപ്പൊ റിള റബ്ബി ഫീ റിളൽ വാലിദൈൻ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ തൃപ്തി മാതാപിതാക്കളെ തൃപ്തിയിലാണ്. ഇനി അടുത്തത് പൂരിപ്പിക്കാം. ഇഷാഇന് ഡാഷ് ഉറങ്ങുന്നതും ഇഷാഇന് ഡാഷ് സംസാരിക്കുന്നതും ഡാഷ് ഇഷ്ടമായിരുന്നില്ല. അതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പൊ എന്താണ്? ഇഷാഇന് മുമ്പ് ഉറങ്ങുന്നതും, ഇഷാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇഷാഇന് ശേഷം സംസാരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. അപ്പൊ ഇവിടെ മുമ്പ്, ഇവിടെ ശേഷം, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇങ്ങനെയാണ് നാം ഉത്തരം എഴുതേണ്ടത്. ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇഷാഇന് മുമ്പ് ഉറങ്ങുന്നതും ഇഷാഇന് ശേഷം സംസാരിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നില്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പകർത്തി എഴുതാനാണ്. ഇവിടെ നാം അദബുള്ള കുട്ടികളാണ് എന്നൊരു സെന്റൻസ് തന്നിട്ടുണ്ട്. അത് അതുപോലെ നല്ല വൃത്തിക്ക് അക്ഷരത്തെറ്റില്ലാതെ നോക്കി എഴുതണം. അപ്പൊ ഈ പകർത്തി എഴുതുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം, ഇവിടെ തന്നത് ഇങ്ങോട്ട് തന്നെ എഴുതാനാണ്. അപ്പൊ ഒരിക്കലും ഒരു തെറ്റും ഉണ്ടാവാൻ പാടില്ല. നല്ല രൂപത്തിൽ വിദ്യാർത്ഥികൾ പഠിച്ച് പരീക്ഷ എഴുതുക. ഇൻഷാ അല്ലാഹ് ഈ ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു ഫുൾ റിവിഷൻ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക, മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇതൊക്കെ എഴുതിയും പ്രാക്ടീസ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.